അടിമാലി കൊമ്പടിഞ്ഞാലിൽ നാലംഗ കുടുംബം തീപിടുത്തത്തിൽ മരിച്ച കേസിൽ 7 മാസം പിന്നിടുമ്പോഴും അന്വേഷണം എങ്ങുമെത്തിയില്ലെന്ന് പരാതി. കഴിഞ്ഞ മെയ് 9-നാണ് തെള്ളിപ്പടവിൽ പരേതനായ അനീഷിന്റെ ഭാര്യ ശുഭ, മക്കളായ അഭിനവ്, ശുഭയുടെ മാതാവ് പൊന്നമ്മ എന്നിവരെ വീടിനുള്ളിൽ ബന്ധുമരിച്ചിൽ കണ്ടെത്തിയത്. 4 പേരുടെ മരണത്തിനിടയാക്കിയ സംഭവത്തിൽ ചുരുളഴിക്കുവാൻ പോലീസിന് ഇനിയും കഴിയാത്തതാണ് പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുള്ളത്. അടിമാലി കൊമ്പടിഞ്ഞാലിൽ നാലംഗ കുടുംബം തീപിടുത്തത്തിൽ മരിച്ച കേസിൽ 7 മാസം പിന്നിടുമ്പോഴും അന്വേഷണം എങ്ങുമെത്തിയില്ലെന്നാണ് പരാതി. കഴിഞ്ഞ മെയ് 9-നാണ് തെള്ളിപ്പടവിൽ പരേതനായ അനീഷിന്റെ ഭാര്യ ശുഭ, മക്കളായ അഭിനവ്, ശുഭയുടെ മാതാവ് പൊന്നമ്മ എന്നിവരെ വീടിനുള്ളിൽ വെന്തു മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വെളുത്തുകൽ പോലീസ് തെളിവ് ശേഖരിക്കുന്നതിൽ മുതൽ ഗുരുതര വീഴ്ച വരുത്തിയെന്നാണ് നാട്ടുകാരുടെ ആരോപണം. പ്രാഥമിക അന്വേഷണത്തിൽ വൈദ്യുത ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് വിലയിരുത്തി പോലീസ് സംഭവത്തെ നിസ്സാരവൽക്കരിച്ചു. എന്നാൽ ജില്ലാ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ഷൻ വിഭാഗം നടത്തിയ പരിശോധനയിൽ ഷോർട്ട് സർക്യൂട്ടിന് സാധ്യത കുറവാണെന്ന് കണ്ടെത്തി. ഇതോടെ അന്വേഷണം നടത്തി മരണകാരണം കണ്ടെത്തണമെന്ന ആവശ്യവുമായി നാട്ടുകാരും ശുഭയുടെ ബന്ധുക്കളും രംഗത്തെത്തി. ഇതോടെ ജില്ലാ പോലീസ് മേധാവി ഇടപെട്ട് അന്നത്തെ ഇടുക്കി ഡിവൈഎസ്പി ജിൽസൺ മാത്യുവിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്തി. കേസിൽ പ്രദേശവാസിയുടെ ലാപ്ടോപ്പ്, ടാബ്, മൊബൈൽ ഫോണുകൾ എന്നിവ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തു. ഇദ്ദേഹത്തെ ഇടുക്കി ഡിവൈഎസ്പി ഓഫീസിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു. കസ്റ്റഡിയിൽ എടുത്ത സാമഗ്രികൾ ഡിജിറ്റൽ തെളിവുകൾ പരിശോധിക്കുന്ന തിരുവനന്തപുരം ഫോറൻസിക് സയൻസ് ലാബിന് കൈമാറിയിട്ടുണ്ട്. ഇതിനിടെ അന്വേഷണത്തിന് നേതൃത്വം നൽകിയിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ആലപ്പുഴയിലേക്ക് സ്ഥലം മാറിപ്പോയതോടെ അന്വേഷണം മന്ദഗതിയിലായി. ലാബിൽ നിന്നുള്ള പരിശോധനാ ഫലം വൈകുന്നതാണ് കേസ് അന്വേഷണത്തിന് തിരിച്ചടിയായതെന്ന് അധികൃതർ പറയുന്നു. എന്നാൽ ഡിവൈഎസ്പി അന്വേഷിച്ച കേസ് വീണ്ടും വെളുത്തുവൽ പോലീസിനെ ഏൽപ്പിച്ചതാണ് അലംഭാവത്തിന് കാരണമെന്നും ആക്ഷേപമുണ്ട്. കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറുന്നതിന് നടപടി സ്വീകരിക്കാത്തതും പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, അടിമാലി.